ഹായ് ഹലോ ഇറ്റ്സ് മീ ഹെന്ന. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. ഞാനിന്നൊരു ഏകദേശം 6:15 6:30 കൂടി എണീറ്റു കേട്ടോ. എണീറ്റ് ആസ് യൂഷ്വൽ ഡയറക്റ്റ് കിച്ചണിലോട്ടാണ് വന്നത്. കിച്ചണിൽ ഇപ്പോൾ ഈ കാണുന്നത് സ്ലൈഡ് ചെയ്യണ ഗ്ലാസ്സാണ് കേട്ടോ. നമുക്ക് വിൻഡോന് പകരം ഞാൻ കിച്ചണിൽ വെച്ചിട്ടുള്ളതാണ്. കാരണം എനിക്ക് വിൻഡോ കിച്ചണിൽ വെക്കണോണ്ട് അത്ര താല്പര്യം ഉണ്ടായില്ല. വർക്ക് ഏരിയയിൽ എന്തോ ഇവിടെ എനിക്ക് ഇതാണ് സ്യൂട്ടായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഖുറാൻ വെച്ച് കുറച്ച് നേരം അത് ഞാൻ സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോൾ അപ്പുറത്തേക്കൊക്കെ നീങ്ങുമ്പോൾ കുറച്ചും കൂടെ സൗണ്ടിൽ കേൾക്കും. പിന്നെ നീങ്ങോ ഇല്ലെങ്കിലും കുറച്ച് സൗണ്ടിൽ കേൾക്കാൻ എനിക്ക് എന്തോ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ 2 സൈഡിലത്തെ ഗ്രില്ല് തുറന്നിട്ട് കേട്ടോ. അത് അവിടെ എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ തുണികൾ എന്തെങ്കിലും ഡിപ്പ് ചെയ്ത് വെക്കാനുണ്ടാവും. കാരണം ഇവർ സ്കൂളിൽ പോയതിന് ശേഷം വാഷ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇതുകൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇവനെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നു. ഇന്ന് മിച്ചു മാത്രമാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത്. റിച്ചു സ്കൂളിൽ പോകുന്നില്ല. റിച്ചുൻ്റെ കാലിന് ചെറുതായിട്ട് ഫ്രാക്ചർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഉളുക്ക് പോലെ വന്ന കാരണം അവൻ പോണില്ല. അപ്പം ഇവൻ മാത്രം ഉറക്കത്തിൽ നിന്ന് എണീറ്റുള്ളൂ. അവനെ വിളിച്ചില്ല, അവനെ എണീറ്റുമില്ല കേട്ടോ. അപ്പോൾ ഇവൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഇവനക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല ഇന്ന് പോകാനായിട്ട്. പിന്നെ കുഴപ്പമില്ലാണ്ട് പോയി. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ബ്രെഡും ന്യൂട്രലുണ്ട് കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാൽഷ്യം പ്രോട്ടീനൊക്കെ കിട്ടിയിട്ടെന്ന് വെച്ചിട്ടാണ് നട്ട്സൊക്കെ കൊടുക്കാറ്. പക്ഷേ അത് കഴിക്കൊന്നുമില്ല. 2 പീസാണ് ഞാൻ കൊടുക്കുക. അത് രണ്ടും ചിലപ്പോൾ പോക്കറ്റിലിടും, ചിലപ്പോൾ സ്കൂളിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്നേ കളഞ്ഞിട്ട് അങ്ങനെ പോവും. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ സിറ്റ് ഔട്ടൊന്ന് തുടച്ചിട്ടേക്കാന്ന്. സിറ്റ് ഔട്ട് എന്തോ കുറച്ച് മെസ്സിയായിട്ടൊക്കെ എടുക്കുന്നുണ്ടായ ഇവരുടെ ചെരുപ്പൊക്കെ ഇങ്ങോട്ടൊക്കെ കറക്റ്റ് അല്ലാണ്ടും പിന്നെ ഒരു കൊട അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവരോട് പറഞ്ഞു വായിൽ അമ്പർലാന്നൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ സ്പ്രേ ചെയ്യുന്ന ഡെറ്റോളാണ് കേട്ടോ. ഞാൻ എപ്പോൾ തുടയ്ക്കുമ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്യും. ഡെറ്റോളോ ലൈസോളോ അല്ലെങ്കിൽ പുൽത്തൈലോ കംഫർട്ട് അങ്ങനെ എന്തെങ്കിലും കേട്ടോ. സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഓട്ടോ വരണ നേരമായപ്പോൾ ഞാനും ഇവനും കൂടെ സിറ്റ് ഔട്ടിൽ എന്നിട്ട് ഇവനക്ക് ഞാനൊരു ചെക്കായിട്ടുള്ള ബുക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്പേഴ്സോ ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും എഴുതിക്കാന്ന് വെച്ചിട്ട്. കാര്യമായിട്ട് ആൾ എഴുതൊന്നുമില്ല, എന്നാലും ഞാൻ പിന്നെ കൊടുത്ത് അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറി ഞാൻ രാവിലെ ചിയാ സീഡ് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ രാത്രി തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കും, അല്ലെങ്കിൽ രാവിലെ പിഴിഞ്ഞിട്ട് അങ്ങനെ കുടിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ഡേറ്റ്സ് അങ്ങനെ ഏതെങ്കിലും അങ്ങോട്ടൊക്കെ മാറി ചെയ്യും കേട്ടോ. പിന്നെ ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് അൽജീരിയൻ ഡേറ്റ്സാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. കാരണം നമ്മൾ സാധാരണ ഡേറ്റ്സ് ഇങ്ങനെ പിളുങ്ങി പോലെ ഇതങ്ങനെയല്ല, ഒരു പച്ചപ്പ് ഉണ്ടാവും, ഒരു പച്ച കടിക്കണ മാതിരി, ചെറുതായിട്ടൊരു കാരക്ക കടിക്കണൊക്കെ മാതിരി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ ഒന്ന് അടിച്ച് വാരി ക്ലീനാക്കിയിട്ട് കുറച്ച് പുല്ലൊക്കെ പറിച്ച് അവിടെ നിന്ന് കുറച്ച് പച്ചപ്പയറൊക്കെ പൊട്ടിച്ച് അത് കഴിഞ്ഞ് പച്ചപ്പയറൊക്കെ കട്ട് ചെയ്തെടുത്ത് അതൊരു ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചിട്ട്, വെണ്ടയ്ക്ക് പിന്നെ ഒരു ദിവസം സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചിട്ട് വെണ്ടയ്ക്ക് അങ്ങനെ വെച്ചു. പച്ചപ്പയർ എടുത്തിട്ട് ഉള്ളിയും ഞാനിപ്പോഴും വെളുത്തുള്ളി വാങ്ങിയിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ഇടാറുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇല്ലാത്ത കാരണമാണ് ഇടാഞ്ഞത്. ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് മുളക് പൊടി മഞ്ഞളും ഉപ്പിട്ടിട്ട് ഈ വേവിച്ച പയർ അങ്ങോട്ടേക്ക് ഇട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2 തേങ്ങ എടുത്ത് ചിരകിയിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെച്ചു. ഇതിങ്ങനെ എനിക്ക് കുറച്ച് പണി എളുപ്പമാവാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ. പിന്നെ നാളെ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്. അപ്പോൾ അവനോടും കൊണ്ട് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചിക്കൻ മേടിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്ന്. ഇപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചിക്കൻ എടുത്തു, അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ച മസാല എന്നൊരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈസ്റ്റ് ഉണ്ട്. എനിക്ക് അങ്ങനെ നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യില്ലേ, അപ്പോൾ ഈ ഒരു മസാല ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യം ഇനിയില്ല. അല്ലാണ്ട് തന്നെ അത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് അടിപൊളി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കോൺഫ്ലവറിൻ്റെയും മൈദയുടെയും അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഈ ഒരു ചിക്കൻ പൊരിച്ച മസാല എന്ന് പറഞ്ഞിട്ട് അതിനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണിക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ ലിവർ അങ്ങനത്തെ ഐറ്റംസ് എടുക്കൂല കേട്ടോ, അത് മാറ്റി വയ്ക്കില്ല. സാധാരണ എല്ലാവരും ഉള്ളപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പോൾ ആരും ഇല്ലാത്ത കാരണം ഞാൻ അത് കളഞ്ഞു, ഞാൻ മാത്രം കഴിക്കണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇതൊക്കെ മാഗ്നേറ്റ് ചെയ്ത് പിന്നെ അത് ഫ്രിഡ്ജിനകത്ത് ക്ലിങ് ഫിലിം യൂസ് ചെയ്ത് കവർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നമ്മൾ പിന്നെ വാഷിംഗ് ഏരിയയ്ക്ക് വേണ്ടി നിന്നിട്ടാ, വാഷിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു സെക്ഷൻ ക്ലീൻ ആക്കാനായി നിന്ന് പിന്നെ സ്പൂണൊക്കെ വാഷ് ചെയ്ത് പിന്നെ അതിന് ശേഷം സിങ്ക് വാഷ് ചെയ്തിട്ട് അങ്ങനത്തെ കുറച്ച് ക്ലീൻ പരിപാടികളായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ മോർണിംഗ് റൊട്ടീൻ. പിന്നെ വീട് ഭയങ്കര കാര്യമായിട്ടൊന്നും ക്ലീൻ ആക്കാൻ ഉണ്ടായില്ലെന്ന്, അല്ലാന്നെങ്കിൽ
അവൻ ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങണ കാരണം അങ്ങനെ അവൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ആക്കിയത്. പിന്നെ ആ സ്റ്റൗവും ഇതൊക്കെ ഇതുപോലെ ഈ ഒരു ബോട്ടിലിൽ ഞാൻ 2 എണ്ണം കൂടി ഇട്ടാട്ടെ മിക്സ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡെറ്റോൾ, പിന്നെ ഈച്ച വരാണ്ടിരിക്കാനുള്ളൊരു മെഡിസിൻ ഉണ്ട്, അതും കൂടി ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒഴിച്ചിട്ട് ഭയങ്കര മാറ്റമൊന്നും ഫീൽ ചെയ്യണില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് രണ്ടും കൂടെ സ്പ്രേ ചെയ്ത് കിച്ചൺ ഫുള്ള് ക്ലീനാക്കി നല്ല അടിപൊളിയാക്കി. കിച്ചൺ ക്ലീനായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് പണി തീർന്ന മാതിരി തോന്നും കേട്ടോ. കാരണം ഏറ്റവും ക്ലീനാക്കാൻ നമ്മളെപ്പോഴും ക്ലീനാക്കി കൊണ്ടുവരുന്ന ഏറ്റവും ഭംഗിയുള്ള ഏരിയയും അതുപോലെ വൃത്തികേടായി കഴിഞ്ഞാൽ ഏറ്റവും മോശമുള്ള ഏരിയയും കിച്ചണാണ് കേട്ടോ. അതെനിക്ക് എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഉമ്മച്ചിയും പറയും, കിച്ചൺ സ്ലാബ് ഉമ്മത്തൊക്കെ ഞാനിങ്ങനെ അടിച്ചു വരുമ്പോൾ എന്നോട് പറയും, ഫസ്റ്റ് നീ ആ സ്ലാബ് ഉമ്മത്ത് തുടച്ച് താഴ്ത്തിക്കിട്ട് എന്നിട്ട് നീ ബാക്കിയുള്ള സ്ഥലമൊക്കെ അടിച്ചു വരുമെന്ന് പറയും. അല്ലാണ്ട് കാര്യമില്ല പറയും. മുകൾ വശം ക്ലീനാക്കാണ്ട് താഴെ അടിച്ചു വാരിയിട്ട് എത്ര ക്ലീനാക്കിയിട്ട് നീ വീട് വൃത്തിയാക്കി എടുക്കില്ല എന്നോട് സ്ഥിരം പറയാറുള്ളൊരു കാര്യം കേട്ടോ. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി പിന്നെ വാഷ് ബേസിനൊന്ന് വാഷ് ചെയ്ത് പിന്നെ കുറച്ച് തുണികൾ മടക്കാണ്ടായിട്ടാണ്. അപ്പോൾ അതൊക്കെ മടക്കി എൻ്റെ കബോർഡിൽ തന്നെ അതൊക്കെ പ്ലേസ് ചെയ്ത് വെച്ച് അതിന് ശേഷം ഞാൻ ചപ്പാത്തിയാണ് രാവിലെ കഴിച്ചത്. ചപ്പാത്തിയും കൂടെ കഴിച്ച് ഇന്നത്തെ ഡേ കംപ്ലീറ്റ്. ഇറ്റ്സ് മീ ഹെന്ന.